വേണ്ട പിടിച്ചോണേ, മുറുക്കെ പിടിച്ചോണേ. സോനാബർഗിലേക്ക് പോകുന്ന വഴിയാണ് ഹോഴ്സ് റൈഡ് കാണുന്നത്. കഴിഞ്ഞ ദിവസം പോകാൻ പറ്റാത്ത എല്ലാ വിഷമവും ഉള്ളതുകൊണ്ട് തന്നെ വേറൊന്നും ആലോചിക്കാതെ നേരെ ഹോഴ്സ് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. സേറയ്ക്കിടയ്ക്ക് എല്ലാവർക്കും റൈഡിന് ഓരോ കുതിരേനെ കിട്ടി കേട്ടോ. നോയ്ക്ക് ഒറ്റയ്ക്ക് ഒരു കുതിരയുടെ പുറത്തിരിക്കാൻ പറ്റാത്തത് കൊണ്ടും രണ്ടുപേർക്കും കൂടി ഒന്നിച്ചിരിക്കാൻ പറ്റാത്തത് കൊണ്ടും നമ്മൾ പോകുന്ന വഴി മുഴുവൻ അവനെ എടുത്തോണ്ട് വരാൻ ഒരാളെയും കൂടി ഞങ്ങൾ കൂട്ടി. അവൻ പക്ഷെ ആ ചേട്ടൻ്റെ കൂടെ ഒന്നും നിൽക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവനെയും കൂടെ കൂട്ടി. ഈ കുതിരകളൊക്കെ ഈ വഴിയിലൂടെ പോയി എക്സ്പേർട്ട് ആയതുകൊണ്ട് കുതിരയുടെ ചേട്ടന്മാരൊക്കെ നമ്മളെയും കുതിരയെ ഒറ്റയ്ക്കാക്കി ആരെങ്കിലും കാണുമ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ട് അങ്ങ് പോകും. ഈ കുതിരയാണെങ്കിൽ ബാക്കിയുള്ള കുതിരകളെയൊക്കെ തട്ടിയിട്ട് ഇടയ്ക്ക് ഒറ്റ ഓട്ടോ ഒക്കെ വെച്ചു കൊടുക്കും. നമ്മളാകെ പേടിച്ചു പോകും കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ ഇത്തിരി ബാക്കിലായപ്പോൾ എൻ്റെ കുതിര ഒട്ടും ഫാസ്റ്റ് അല്ലെന്നൊന്ന് പറഞ്ഞു പോയി. ഫാസ്റ്റ് എന്ന വാക്ക് കേട്ടപ്പോഴത്തേക്കും കുതിര ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ഞാനാകെ പേടിച്ചു പോയി കേട്ടോ. എങ്കിലും കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കുതിരയും ഒക്കെ ആയിട്ട് അങ്ങ് സെറ്റായി. ശരിക്കും ഞങ്ങൾ നേരിട്ട് കണ്ടത്ര ഭംഗിയൊന്നും എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ജിമിൻ ഗോപ്രോയിൽ കുറേ നല്ല വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എപ്പോഴാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. സമയമുണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരു കാശ്മീർ ട്രിപ്പ് എല്ലാവരും വിചാരിച്ചാൽ നടത്താൻ പറ്റുന്ന കാര്യമൊക്കെ ഉള്ളൂ. എന്തായാലും മറക്കാനാവാത്തതും ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തതായിട്ട് കുറേ നല്ല അനുഭവങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. കുതിര അങ്ങോട്ട് കുഴിക്കാൻ ചാടല്ലേ. അയ്യോ എടി നിന്റെ കുതിര എന്നെ തോണ്ടുന്നേ. നിന്റെ കുതിരയുടെ വാലുകൊണ്ട് തന്നെ അടിക്കുന്നു. നോയിന് സാറേ ഒരുമിച്ചായി. അയ്യോ രണ്ടു കൈ പിടിക്കണേ സർക്കസ് കാണിക്കാതെ. സാറാ നോയി വേണ്ട പിടിച്ചോണേ, മുറുക്കെ പിടിച്ചോണേ. ഡോണ്ട് വറി കുത്തിര കല്ലിടി കൂടിയാണ്. രണ്ട് കൈയൊന്നും വേണ്ട. 14 കിലോമീറ്ററോളം ഉണ്ടായിരുന്ന ഈ റൈഡിന് ഒരാൾക്ക് ഏകദേശം 1000 രൂപയോളമായി. എന്തായാലും മഞ്ഞു പർവ്വതങ്ങളും ആ മഞ്ഞുരുകി വരുന്ന അരുവികളും എല്ലാം കൂടെ ആയിട്ട് ഒരു ഡ്രീമിലെത്തിയൊരു ഫീലായിരുന്നു ഞങ്ങൾക്ക് അവിടെ കിട്ടിയത്. അങ്ങനെ അവിടെ കുതിരയ്ക്ക് റെസ്റ്റ് ചെയ്യാനും ഞങ്ങൾക്ക് ചായ കുടിക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് സമയം കിട്ടി. ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൂടെ ചെറുതായിട്ട് മഴ പെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. തീ എവിടുന്നോ കണ്ടുപിടിച്ച് സേറ അതിനിടയ്ക്ക് ഒന്ന് തീ കായാനൊക്കെ പോയി. ഇവിടുന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് നടന്ന നല്ലൊരു വ്യൂ പോയിന്റ് ആയതുകൊണ്ട് പിള്ളേരൊക്കെ നേരെ അങ്ങോട്ടേക്ക് ഓടി. അവരെ പിടിക്കാൻ വേണ്ടി ഞാൻ അവരുടെ പുറകെ ഓടി. അപ്പോഴേക്കും എനിക്ക് ഇച്ചിരി ശ്വാസമൊക്കെ മുട്ടാൻ തുടങ്ങി. എന്തായാലും എല്ലാവരും ഇവിടെ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങളുടെ തിരിച്ചുള്ള ഹോഴ്സ് റൈഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഫ്രണ്ട്സ് നമ്മളിപ്പോ ഹോഴ്സ് റൈഡൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇതാണ് ഇനി ടൗണിലോട്ട് പോയിട്ട് ഒരു റൂമൊക്കെ നോക്കണം. എന്തായാലും എല്ലാവർക്കും കൂടി ഇന്നൊരു റൂമാണ് കിട്ടിയേക്കുന്നത്. പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് ലേറ്റ് ആവാതെ തന്നെ ഫുഡ് കഴിക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്ത് കഴിച്ചത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ യാത്രയുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.